ഹായ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ ഇന്നലെ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് അധികം വലിയ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ വേഗം റെഡിയായി പോവുകയാണ് ചെയ്തത്. കാരണം കുറച്ച് ലേറ്റായിരുന്നു. രാവിലെ 10 മണിക്കായിരുന്നു ഷോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എണീറ്റപ്പോൾ ലേശം വൈകി. അപ്പോൾ പിന്നെ തിരക്ക് പിടിച്ച് ആണ് റെഡിയാകലും പിന്നെ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം അത്രയും ഫാസ്റ്റിലാണ് റെഡി ആയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് പോണി കെട്ടിയിട്ടാണ്, പോണി ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനും ഏട്ടനും മോളും കൂടിയാണ് പോയത്. ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി സെറ്റായി. അടിപൊളി സിനിമയായിരുന്നു. തലവൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് കണ്ടത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ട്രെയിലർ കണ്ടിട്ടാണ് പോയത്. വലിയ എക്സ്പെക്റ്റേഷനോ പ്രതീക്ഷയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ട്രെയിലറിൽ എനിക്കൊരു ഈഗോ ക്രാഷ് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അടിപൊളി മൂവിയായിരുന്നു. അത് നമ്മളെ ക്ലൈമാക്സൊക്കെ സൂപ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി മൂവിയായിരുന്നു. അപ്പം മൂവി കാണാത്തവർ തീർച്ചയായും ഒന്ന് കാണണം. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം ഞങ്ങൾ പോയി അന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്ത്. സൺഡേ എന്ന് പറഞ്ഞാൽ ഹാപ്പി സൺഡേ ആയിരുന്നു അന്ന്. കാരണം ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനുമായിട്ടും കുറച്ചൊരു സൗന്ദര്യ പണക്കത്തിലൊക്കെ ആയിരുന്നു. അതും കൂടെ ഇതിൽ മഞ്ഞ് പോലെ അലിഞ്ഞ് തീർന്നിരുന്നു. ഞങ്ങളൊരു ഫിലിം സിറ്റിയിലാട്ടോ പോയത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ 3 തിയേറ്ററുണ്ട്. അതിലൊരു ചെറിയ തിയേറ്ററിലായിരുന്നു ഈ മൂവി. എന്നിരുന്നാലും അടിപൊളി മൂവിയായിരുന്നു, സൂപ്പർ. അങ്ങനെ എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യുക. സൂപ്പറാണ്. താങ്ക്